ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. ദഹി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായി വഴന്നു വരുമ്പോഴേക്കും നമുക്കൊരു ബേ ലീഫ് പകുതിയാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ പച്ചമുളക് ഞാൻ ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക്, ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് 1 മിനിറ്റോളം നല്ലപോലെ വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ ഒരു മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ചത് ഞാനിവിടെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൈദപ്പൊടിയിൽ ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ വശവും കോട്ടായി കിട്ടണം. അതിനുശേഷം നമുക്ക് ഈ വെന്ത മസാലയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചിക്കൻ അധികം വെന്ത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നായി ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാ ചിക്കനും ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തും ഈ മസാല ചിക്കനിൽ കോട്ട് ചെയ്യുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഒരുപാട് നേരം മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ അയക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല പാകത്തിന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. ഒരു ബൗളിലേക്ക് 150 ഗ്രാമോളം സെറ്റ് കർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ നല്ലപോലെ ഉടച്ചു കൊടുക്കണം. ഈ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഞാൻ ഈ വെന്ത ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം.
അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ച് നല്ലപോലെ പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദഹി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെർവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുകളിലായിട്ട് കുറച്ച് ദഹിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഗാർണിഷിങ്ങിന് മാത്രമല്ല, ടേസ്റ്റും കൂടെ കൂടാൻ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്